അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കേക്ക് ഉണ്ടാക്കാനാണ്. ഒരു വെറൈറ്റി കേക്കാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന. ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് അര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. കാരമൽ ചെയ്യാനാണ് പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുക്കാം. പഞ്ചസാര കാരമലായിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/4 കപ്പ് വെള്ളവും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് എല്ലാം കാരമലായിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടിന്നിനകത്തേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കാം. കേക്ക് ടിന്നിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വച്ചേക്കാം. ഒരു ബൗൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 3 മുട്ട ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു വിസ്ക് വെച്ച് നമുക്കൊന്ന് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ നമുക്ക് അതിൽ ചേർത്ത് കൊടുക്കാം. ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കാം. മുട്ടയൊക്കെ ബീറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് മൈദയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കുറേശ്ശെ 2 പ്രാവശ്യമായിട്ട് നമുക്കൊന്ന് ബീറ്റാക്കാം. അടുത്തതൂടെ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സാക്കിയെടുക്കാം. ഒരു 1/2 കപ്പ് പാലൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ബാറ്ററൊക്കെ ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കോക്കനട്ട് പൗഡർ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ 10 മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്യാൻ ഓവൻ ഇട്ടൊക്കെയാണ്. നമുക്കതിലേക്ക് വെച്ച് കൊടുക്കാനാണ്. 180 ഡിഗ്രിയിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 35 മുതൽ 40 മിനിറ്റ് വരെ നമുക്ക് സമയം നോക്കാം. കാരമൽ കേക്ക് റെഡി ആയിട്ടുണ്ട്. കോക്കനട്ട് കേക്കാണ്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യണം. താങ്ക് യു. ഇതാ അടിപൊളി കേക്കാണ്.